അർജുനെ നശിപ്പിക്കാൻ തന്നെയാണ് ജാൻമണി എന്നുള്ളത് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞ അർജുൻ പോലും അറിയാത്ത കാര്യത്തിനാണ് ശരിക്കും പറഞ്ഞ അവിടെ അവർ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്. 9 എന്ന് പറയുന്ന നമ്പർ അവിടെ അർജുൻ കാഷ്വൽ ആയിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതിന് എരിവേറ്റി കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ആണ് ജാൻമണിക്ക്. ജിൻഡോയും അർജുനും ജാൻമണിയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിൻഡോ 8 പൂരി എന്തോ കഴിച്ചു എന്ന് പറയും. ബാക്കി ഒരു പൂരി അപ്പൊ അർജുന്റെ കയ്യിലുണ്ട്. അപ്പൊ അർജുൻ അത് വേണ്ടായിരുന്നു, എണ്ണയാണ്, എനിക്ക് രാവിലെ പൂരി ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അർജുൻ ഒരു പൂരി കൂടെ തരട്ടെ, അങ്ങനെ 9 ആക്കി കൂടെ എന്ന് ചോദിക്കുന്നത്. അതൊരു കാഷ്വൽ നമ്പർ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അവരെ അർജുൻ നോക്കുന്നതോ അല്ലെങ്കിൽ അത് വെച്ചൊന്നും അല്ല അവിടെ പറയുന്നത്. ഈ പ്രശ്നമായിരുന്നു അപ്പൊ ജാൻമണി പിന്നീട് എടുത്തിട്ടത്. ലൈവിൽ പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ഈ കാര്യമായിരുന്നു എന്ന് ആ സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എപ്പിസോഡിൽ ഇത് കാണിച്ചപ്പോഴാണ് ശരിക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടായത്. ആ സമയത്ത് ഞാൻ ലൈവ് കണ്ടിട്ടുള്ളപ്പോഴും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം അർജുൻ അങ്ങനെയൊന്നും അല്ലാതെ പറഞ്ഞത് കാഷ്വൽ ടോക്ക് തന്നെയായിരുന്നു. അർജുനോട് വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് ജാൻമണി. ഓൾറെഡി അർജുനെ പറ്റി ഒരുപാട് റോങ് സ്റ്റേറ്റ്മെന്റ് ജാൻമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്യുന്ന പ്ലേ ബോയ് ആണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ അർജുന്റെ ലൈഫ് തന്നെ തകർക്കുന്ന പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. ഇന്ന് ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റ് വെറുതെ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കിയിട്ട് അർജുന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ജിൻഡോ എരിവേറ്റി കൊടുക്കുകയാണ് ജാൻമണിക്ക്. ജാൻമണി അവിടെ സിഗരറ്റ് വലിക്കാൻ ചിലപ്പോൾ ജിൻഡോയോട് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി എന്നുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോൾ നിന്റെ മുഖം ഞാൻ കണ്ടായിരുന്നു എന്നും കണ്ണാടിക്കളെ നോക്കിയായിരുന്നു എന്നൊക്കെ പറയുവാണ് ഈ പുള്ളി. എന്ത് വൃത്തിയട്ടവനാണ് ഇയാൾ ഇത്ര എരിവേറ്റി കൊടുക്കാനുണ്ടോ? ജിൻഡോ മഹാവൃത്തിയട്ടവനും കെണിയനുമാണെന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്. എന്ത് ക്രൂര മനസ്സ് അർജുന്റേന്നൊക്കെയാണ് ഈ പുള്ളി പറഞ്ഞത്. ഈ പുള്ളിയുടെ എന്ത് മനസ്സാണോ? കാരണം അത് എരിവേറ്റി കൊടുക്കുകയാണ് ജിൻഡോ അവിടെ ചെയ്തിട്ടുള്ളത്. ജിൻഡോ ഇന്ന് പറയുന്നുണ്ടായിരുന്നു, നീ മറ്റുള്ളവരോട് എല്ലാവരോടും പറഞ്ഞു, അർജുനോട് അത് പറയണ്ട, അവന്റെ ക്യാരക്ടർ മറ്റുള്ളവരിലെല്ലാം നെഗറ്റീവ് ആവട്ടെ എന്നുള്ളത്. ഭയങ്കര വൃത്തിയേട്ട കളിയാണ് ശരിക്കും ജാൻമണിയും ജിൻഡോയും കളിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജാൻമണിക്ക് ചിലപ്പോൾ ആ നമ്പർ കേട്ടപ്പോൾ അവർ അനുഭവിച്ചത് വെച്ചിട്ട് ചിലപ്പോൾ വിഷമം തോന്നിയിരിക്കാം. പക്ഷെ എന്നാലും ജിൻഡോ ഇത്ര കെണി വെച്ച് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല അർജുൻ അത് കാഷ്വൽ ടോക്കിലാണ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്തായാലും ഉണ്ടാവില്ലേ? അവർ മനഃപൂർവ്വം ഇത് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും വളരെ മോശമായി എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇത് ലാലേട്ടൻ വരുമ്പോൾ ശരിക്കും കാണിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. ലാലേട്ടൻ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമോ എന്നറിയില്ല. ഓൾറെഡി ജാൻമണി അർജുനെ പറ്റി പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ലാലേട്ടൻ ചോദിക്കണമെന്ന് ബിഗ് ബോസ് പ്രേക്ഷകരെ അർജുനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ചോദിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. അവിടെയുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ ഇവര് അർജുനാണെന്ന് പറയുകയും ഇത് ഏത് കോണ്ടസ്റ്റ് ആണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അർജുൻ അവിടെ നെഗറ്റീവ് ആവുക തന്നെ ചെയ്യും. അത് തന്നെയാണ് അവിടെ ജിൻഡോയുടെ ഉദ്ദേശവും. കാണുന്ന പ്രേക്ഷകർക്ക് പക്ഷെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ജാൻമണി മനഃപൂർവ്വം അർജുനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.